1978 ഇരവികുളം, പിന്നെ 1982 പെരിയാർ, 1984 സൈലന്റ് വാലി, പിന്നീട് 2003 ഒരുമിച്ചാണ് 3 വന്നത്: മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ആ 3 ഇടുക്കിയിൽ തന്നെയല്ലേ? അതെ, ഇരവികുളം, പെരിയാർ, പിന്നെ ആ 3 ചോലകളും എല്ലാം ഇടുക്കിയിൽ. സൈലന്റ് വാലി മാത്രം പാലക്കാടാണ്. ഇതിൽ ഏറ്റവും വലുതും ചെറുതും ഏതൊക്കെയാണ്? ഏറ്റവും വലുത് ഇരവികുളം, ഏറ്റവും ചെറുത് പാമ്പാടും ചോല. അപ്പം നമുക്ക് ആദ്യത്തേൽ നിന്ന് തന്നെ തുടങ്ങാം. ഇരവികുളം കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണിത്, അല്ലേ? അതെ, അതിന്റെ ചരിത്രത്തിലും ഒരു പ്രത്യേകതയുണ്ട്. 1975 ഇതൊരു വന്യജീവി സങ്കേതമായിട്ടാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് 1978 ഇതിനെ ഒരു ദേശീയോദ്യാനമായി ഉയർത്തുന്നത്. ആ ഒരു മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരുന്നോ? ഉണ്ട്. അവിടെയാണ് ഇരവികുളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഉദ്യാനത്തിന്റെ സംരക്ഷണ ലക്ഷ്യം തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. വരയാട്, നിൽഗിരി തഹർ. അതെ, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അപ്പോ ആ ഒരു പ്രത്യേക ജീവിയെ സംരക്ഷിക്കാൻ കൂടുതൽ നിയമപരമായ പരിരക്ഷ വേണമായിരുന്നു. അത്